ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ അമ്പലക്കുളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ അമ്പലത്തിൽ നിന്ന് തന്നെ തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. പ്രാർത്ഥിക്കുന്നത് മുഴുവനും സ്വന്തം പെൺമക്കൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോഴേക്കും പൂജാരി അവിടേക്ക് വരികയും പൂജാരി അയാൾക്ക് ദക്ഷിണ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ടതിന് ശേഷം പൂജാരി പോവാൻ നേരം പറയുന്നുണ്ട്, അതെ എനിക്ക് ഒരു അർച്ചന കഴിപ്പിക്കണം പൂജാരി എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കോ ആരുടെ പേരിലാണ്, നിങ്ങളുടെ മകൻ്റെ പേരിലാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ മോളുടെ പേരിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോളോ, നിങ്ങൾക്കതിന് പെൺമക്കളില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ, അതൊക്കെ പോട്ടെ, ഏത് മോളുടെ പേരിലാണ് കഴിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കല്യാണിയുടെ പേരിലാണെന്ന് പറയുന്നു. അപ്പോൾ കല്യാണി, ശരി കല്യാണിയുടെ പേരിൽ കഴിപ്പിക്കാം, കല്യാണിയുടെ നാളെ ഏതാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ നാള് അതെനിക്കറിയില്ല എന്ന് പ്രകാശം പറയുകയാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, സ്വന്തം മകളുടെ നാള് പോലും തനിക്കറിയില്ല, അതാ പറഞ്ഞത്. എന്തായാലും കല്യാണിയുടെ നാള് രേവതി എന്നാണ്. എനിക്ക് ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ ഭക്തർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തല്ലേ പറ്റൂ, അതുകൊണ്ട് ഞാൻ ചെയ്യാം എന്നും പറഞ്ഞിട്ട് കല്യാണിയുടെ പേരിൽ അർച്ചന കഴിപ്പിക്കാൻ വേണ്ടി പൂജാരി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അർച്ചനയൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രകാശം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴായിരിക്കും അവിടേക്ക് ദീപ വരുന്നത്. അങ്ങനെ ദീപയെ കാണുമ്പോൾ പ്രകാശന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പ്രകാശം പറയാണ്, ഞാൻ കാണാൻ ആഗ്രഹിച്ച മുഖങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് പറയുമ്പോൾ ദീപ പറയുന്നുണ്ട്, ഞാൻ ആരെ കാണരുത് എന്ന് ആഗ്രഹിച്ചതാണ്, അയാളെ തന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി എന്ന് ദീപയും മറുപടി പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശം പറയാണ്, ദീപേ ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ, പിന്നല്ലാതെ നിങ്ങൾ ഈ അമ്പലം ഒന്ന് മാറ്റിപ്പിടിക്കും, ഞാനും എൻ്റെ മക്കളും എല്ലാവരും ഇവിടേക്ക് വന്ന് തൊഴേണ്ട ഒരു അമ്പലമാണ്, നിങ്ങളെ കണി കാണുന്നത് തന്നെ, നിങ്ങളെ ഇവിടെ വന്ന് കാണുന്നത് തന്നെ ഞങ്ങൾക്കതൊരു അറപ്പാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോയിരുന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, ദീപേ നീ എന്ത് പറഞ്ഞാലും അതൊന്നും അധികമാവില്ല, ഞാൻ ചെയ്ത പ്രവർത്തികളൊക്കെ അത്ര തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പെൺമക്കളെ പേരിൽ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയാണ് ഇവിടേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ, താൻ പെൺമക്കളെ പേരിൽ പ്രാർത്ഥിക്കാനും താൻ തൻ്റെ മകൻ്റെ പേരിൽ പ്രാർത്ഥിക്കും, അത് എനിക്കറിയാം എന്ന് പറയുകയാണ്. ഇല്ല, അവൻ എല്ലാ പ്രതീക്ഷകളും എൻ്റെ തകർത്തതാണ്, ഇനി അവന് വേണ്ടി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു പിടിവള്ളിയില്ല, നിങ്ങൾ പല അടവുകളും നിങ്ങൾ പയറ്റും, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പെൺമക്കളുടെ വീട്ടിൽ തല ചായ്ച്ചാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ അടവും കാര്യങ്ങളും. എൻ്റെ അരികിലേക്ക് ഇതൊന്നും പറഞ്ഞു വരണ്ട, നിങ്ങൾ ആ ലക്ഷ്മി അമ്മയുടെയും കുഞ്ഞിനോടും ചെയ്ത പ്രവർത്തികളൊക്കെ എനിക്കറിയാം, അത് കഴിഞ്ഞിട്ടല്ലേ താൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്, എന്നിട്ടും എനിക്കും എന്തെങ്കിലും ഒരു സ്വസ്ഥത തന്നിട്ടുണ്ട്, എൻ്റെ കല്യാണി മോൾ ഇല്ലാതാകാൻ വേണ്ടി എൻ്റെ വയറ്റിൽ വിഷം തന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കില്ല, അങ്ങനെ എത്ര കാര്യങ്ങളാണോ താൻ ചെയ്തിട്ടുള്ളത്, താൻ ഇതൊന്നല്ല, ഇതിൽ കൂടുതൽ അനുഭവിക്കും, താൻ ഒരിക്കലും മാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രകാശം പറയാണ്, വേണ്ട ദീപേ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എല്ലാവരും അങ്ങനെ വിശ്വസിച്ചോട്ടെ, ഞാൻ മാറി, ഞാൻ ആദ്യത്തെ പ്രകാശനല്ല, ഞാൻ എൻ്റെ സ്വന്തം അമ്മയോട് വരെ പറഞ്ഞിട്ട് അമ്മ വരെ എന്നെ വിശ്വസിക്കുന്നില്ല, പിന്നെ നീ വിശ്വസിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ദീപ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്, തൊഴാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ ഒരു കുന്നും പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കാറിൽ വന്ന് ഇറങ്ങുകയാണ് മനോഹർ. അങ്ങനെ മനോഹർ വരുമ്പോൾ രാഹുലിനോട് പറയുന്നുണ്ട്, എടാ എനിക്ക് ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഒരു നിമിഷം മതി, എൻ്റെ മകൾ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, എൻ്റെ മകൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല എന്ന് രാഹുൽ പറയുമ്പോൾ, അതറിയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും വേറൊരു പുളിങ്കൊമ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു അമേരിക്കക്കാരി മറിയം, അവളുടെ കൂടെ ഞാൻ എന്തായാലും പോകും ഉടനെ തന്നെയല്ല, ഞാൻ ആദ്യത്തെ മാരേജ് മാത്രമേ എടുക്കാറുള്ളൂ, ഇതിപ്പോൾ രണ്ടാം ഘട്ടമാണ്, എന്നാലും വേണ്ടില്ല, ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും അവൾക്ക് അമേരിക്കയിലുണ്ട്, അതുകൊണ്ട് ഞാൻ അവളുടെ കൂടെ പൊക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ മകളെ, അപ്പം എൻ്റെ മകള് പോവാൻ വേണ്ടി നിൻ്റെ കൂടെ പോവാൻ വേണ്ടി ഇരിക്കുകയാണ്, നീ കൊടുത്ത ടിക്കറ്റൊക്കെ പ്രതീക്ഷിച്ച് എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്തോളാം, ഞാൻ എന്നിട്ട് അവിടെ പോയി കല്യാണം കഴിച്ച് അവിടെ കുറച്ച് നാൾ നിൽക്കാം, പിന്നെ മറിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് പിന്നെ കുറച്ച് നാൾ നിങ്ങളുടെ മകളുമൊത്ത് താമസിക്കാം, നിങ്ങളുടെ മകളെ അവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്.
അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് മറിയം അവൾ മറിയാതെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ മറിയാതിരിക്കുമോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ എൻ്റെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ ആകെ കുറച്ച് ബാങ്ക് ബാലൻസ് മാത്രമേ ഉള്ളൂ എന്ന് രാഹുൽ പറയുമ്പോൾ, അതും നിങ്ങളെ പെങ്ങളെ പറ്റിച്ച് വാങ്ങിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിനക്ക് എന്താ എടോ തലയിലൊന്നും ഇല്ലാത്തവിടോ, അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ. അതിലെ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് കൊണ്ടുപോയപ്പോൾ, ആ സരി കൺസ്ട്രക്ഷൻ കൊണ്ടുപോയപ്പോഴും കുറച്ച് മണലും കുറച്ച് മെറ്റലൊക്കെ മാറ്റിയിട്ട് കമ്പിയൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ അതിൽ നിന്ന് കുറച്ച് പൈസ മാറ്റിയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നല്ല രീതിയിൽ ഉണ്ടാകില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെന്തായാലും അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ്. അങ്ങനെ പ്രകാശൻ തിരികെ അമ്പലത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ അവിടേക്ക് പ്രകാശൻ പുറത്തു നിൽക്കുമ്പോൾ ദീപ അമ്പലത്തിൽ നിന്ന് വരികയാണ്. അപ്പം ചോദിക്കുന്നുണ്ട്, എടോ താൻ എന്തിനാ എൻ്റെ മോളുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചത്? പൂജാരി പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ പൂജാരി അത് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ചെയ്തതാണ്. താൻ ഇതൊന്നുമല്ലടോ, തൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ്. എൻ്റെ മകളുടെ പേരിൽ അർച്ചന കഴിപ്പിച്ച് എൻ്റെ മകൾ നശിച്ചു പോവാനല്ലേ താൻ പ്രാർത്ഥിക്കുന്നത്? എന്തായാലും തനിക്കറിയാം പൂജാരി ഇവിടെ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുമെന്ന് തനിക്കറിയാം, അതുകൊണ്ടുള്ള അടവുകളല്ലടോ ഇതൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മുടെ ദീപ വേഗം ചെല്ലുന്നത് കല്യാണിയുടെയും കിരണിൻ്റെ അരികിലേക്കാണ്. അങ്ങനെ കല്യാണിയും കിരൺ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ദീപ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ അർച്ചന കഴിപ്പിക്കേണ്ടി വന്നില്ല, പകരം മോളുടെ പേരിൽ വേറൊരാൾ അർച്ചന കഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആരാ അമ്മേ? അത് കാർത്തികേച്ചി അമ്മയാണോ എന്ന് ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്ന അത്ഭുതത്തോടു കൂടി പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് അയാളാണ് ആ പ്രകാശൻ എന്ന് പറയുമ്പോൾ വിക്രത്തിൻ്റെ അച്ഛനോ, അയാൾ എന്തിനാ എൻ്റെ പേരിൽ അർച്ചന കഴിപ്പിച്ചതെന്ന് കല്യാണി ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്. ആ മോളെ ഇപ്പം അങ്ങനെയൊക്കെയാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ കമ്പനിയിൽ എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഇയാൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടാണ്. ഇയാൾക്ക് ഇപ്പോൾ ഈ വീട്ടിലേക്ക് കടന്നു കൂടണം. അപ്പോൾ കിരണം പറയുന്നുണ്ട്, എന്തായാലും കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കണം, കല്ലുമോനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ്, എന്തായാലും അമ്മ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും അയാൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ അവരും അങ്ങനെ ഓരോ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയെയാണ്. ശാരി വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സരയു അലഞ്ഞു തിരിഞ്ഞ് അവിടേക്ക് വരുന്നുണ്ട്. മോൾ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാൻ നിങ്ങളാരാണ്? നിങ്ങൾ എൻ്റെ അമ്മയൊന്നുമല്ലല്ലോ ചോദിക്കാനായിട്ട്. അതെ അല്ല മോൾ ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു അതാണ് എന്ന് പറയുമ്പോൾ സരയു പറയാണ്, ഞാൻ പ്രാന്താശുപത്രി പോയതാണ്, അവിടെ ഒരു ബെഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കല്ല, നിങ്ങൾ പറയുന്നതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. എന്തായാലും നിങ്ങളുടെ ഭർത്താവ് കുറച്ച് നാൾ പ്രാന്താശുപത്രി കിടന്നതല്ലേ, തന്നെ എന്തായാലും അയാൾ അറിഞ്ഞു നിങ്ങൾ അമ്മയല്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് നിൽക്കാൻ പറ്റാതെ ആയപ്പോൾ അയാൾ പോയതാണ്. എന്തായാലും അയാൾക്ക് പ്രാന്തൊന്നുമില്ല, നിങ്ങൾക്കാണ് മുത്തവട്ട്, നിങ്ങൾ എൻ്റെ അമ്മയല്ല എന്നൊക്കെ പറഞ്ഞു ഒരു ദയമില്ലാതെയാണ് നമ്മുടെ സരയു ശാരിയോട് സംസാരിക്കുന്നത്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയൊന്നും പറയല്ലേ, നിന്നെ ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നിർത്തിക്കോ, എനിക്കൊന്നും കേൾക്കണ്ട. മോള് വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അവസാനമായിട്ട്. അപ്പോൾ ഇല്ല ഒന്നും കഴിച്ചില്ല. എന്നാൽ വാ മോളെ ഞാൻ എന്തെങ്കിലും വിളമ്പിത്തരാമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട. എന്നിട്ട് അവിടെ വിളമ്പിത്തരുമ്പോൾ തിന്നണോട് തിരുന്നിട്ട് നിങ്ങൾക്ക് എന്നെ വീണ്ടും ഓരോന്ന് പറഞ്ഞു പ്രശ്നങ്ങൾ എൻ്റെ പ്രഷർ കേട്ടാനല്ല, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അതുപോലെ തന്നെ അവളോട് പറയുന്നുണ്ട്, ശാരിയോട് പറയും നിങ്ങൾക്കൊന്ന് പോയി ചത്തൂടെ, ഇതിലും ഭേദം അതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലാണ് സരയു മുകളിലേക്ക് കയറിപ്പോകുന്നത്. അപ്പം ശാരിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ശാരി എന്തായാലും വളരെ വിഷമത്തോടു കൂടി അങ്ങനെ നിൽക്കുന്നൊരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്